ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെയും അതിനെ പിന്തുണച്ച പിതാവ് രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിന്റെ യുവരാജാവ് മറന്നുപോയിരിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിച്ചു. അടിയന്തരാവസ്ഥ ആവശ്യഘട്ടത്തിൽ ഏർപ്പെടുത്താത്തയാൾ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ലെന്നും രാജീവ് ഗാന്ധി പറഞ്ഞു. ഇതാണ് അമിത്ഷാ കുറിച്ച വാചകങ്ങൾ. രാജീവ് ഗാന്ധി എന്താണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നതാണോ ശരി? സത്യം പറയട്ടെ ആരംഭിക്കുന്നു. സ്വാഗതം. രാജീവ് ഗാന്ധി പറഞ്ഞ 3 വാചകങ്ങളാണ് അമിത്ഷാ മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പുറത്തുവിട്ടത്. ആ വാചകങ്ങൾ ഇതൊക്കെയാണ്: There is nothing wrong in emergency. അടിയന്തരാവസ്ഥയിൽ ഒരു തെറ്റുമില്ല. അടിയന്തരാവസ്ഥ അനിവാര്യമെന്ന് രാജ്യത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിക്ക് തോന്നിയാൽ അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അയാൾ പ്രധാനമന്ത്രി ആയിരിക്കാൻ യോഗ്യനല്ല. മൂന്നാമത്തെ വാചകം ഇതാണ്: 1975 അടിയന്തരാവസ്ഥ പാസാക്കിയത് ഭരണഘടന അനുസരിച്ചാണ്. രാജീവ് ഗാന്ധി പാർലമെന്റിൽ ഇങ്ങനെ പറഞ്ഞു. അത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അതറിയാൻ ആദ്യം അന്നത്തെ പാർലമെന്റ് രേഖകളിലേക്ക് നമുക്കൊന്ന് പോകാം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരാമർശിച്ച പ്രസംഗം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നടത്തിയത് 1985 ജൂലൈ 23-നാണ്. അന്ന് അടിയന്തരാവസ്ഥ സംബന്ധിച്ച ചോദ്യം ഉയർത്തിയത് വടകരയിൽ നിന്നുള്ള ലോക്സഭാ അംഗവും കോൺഗ്രസ് യു നേതാവുമായിരുന്ന KP ഉണ്ണികൃഷ്ണനായിരുന്നു. ആ ചോദ്യത്തെ പിന്തുണച്ച് ഉപചോദ്യങ്ങൾ ഉയർത്തിയത് സോഷ്യലിസ്റ്റ് നേതാവ് മധു ദണ്ഡവതയും CPI നേതാവ് ഇന്ദ്രജിത് ഗുപ്തയുമാണ്. ഇനിയും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുമോ എന്നായിരുന്നു KP ഉണ്ണികൃഷ്ണന്റെ ചോദ്യം. ഈ ചോദ്യം ഉയരാൻ ഒരു പശ്ചാത്തലവുമുണ്ട്. അന്നത്തെ പത്രങ്ങളിൽ എല്ലാം ഒരു വാർത്തയുണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കുമെന്ന് രാജീവ് ഗാന്ധി തലേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ ബഹളത്തിനിടെ രാജീവ് ഗാന്ധി ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു. ലോക്സഭയുടെ രേഖകളിൽ ഇങ്ങനെയാണ് ഈ മറുപടി കിടക്കുന്നത്: 1975 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ശരിയോ എന്നാണ് വാർത്താ സമ്മേളനത്തിൽ എനിക്ക് നേരെ ഉയർന്ന ചോദ്യം. അത് ശരിയാണെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ഒപ്പം ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞിരുന്നു: അന്നത്തെ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകില്ല. അതുകൊണ്ട് ഇനി അടിയന്തരാവസ്ഥ ആവശ്യമായി വരുമെന്ന് കരുതുന്നുമില്ല. വ്യക്തിപരമായി ഞാൻ ഇത്തരം നടപടികളെ പിന്തുണയ്ക്കുന്നില്ല. ഞാൻ ഇതുകൂടി പറഞ്ഞത് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. ഇതായിരുന്നു രാജീവ് ഗാന്ധി സഭയിൽ നൽകിയ വിശദീകരണം. രാജീവ് ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതായുള്ള ഈ വാക്കുകൾ കൊണ്ട് മാത്രം സത്യം പൂർണ്ണമാകില്ല. എന്താണ് രാജീവ് ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് തന്നെ അറിയണം. 1985 ആ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ ഇതാ ന്യൂസ് മലയാളം കണ്ടെടുത്ത് കേൾപ്പിക്കുകയാണ്. ആ വാർത്താ സമ്മേളനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. രാജീവ് ഗാന്ധിയുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ അതൊന്ന് കേൾക്കാം. If those conditions are repeated, it might be necessary to have an emergency. But that will have to be seen with the conditions that prevail. There cannot be an equivalent situation. Things will be different. I personally am not in favor of using such harsh measures if they can be avoided. But if it is necessary, they must be used. ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രയോഗിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അന്ന് പറഞ്ഞത്. അന്ന് 2 സാഹചര്യങ്ങളാണ് രാജീവ് ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 1975 അല്ല. ആദ്യത്തെ അടിയന്തരാവസ്ഥ 1962 ഒക്ടോബറിലായിരുന്നു. അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ചൈനയുമായുള്ള യുദ്ധ സാഹചര്യത്തിലായിരുന്നു ആ അടിയന്തരാവസ്ഥ. നെഹ്റുവിന്റെ മരണശേഷം 1968 മാത്രമാണ് ആ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ 1971 പ്രഖ്യാപിച്ചത്, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ. പക്ഷേ ആ അടിയന്തരാവസ്ഥ പിൻവലിച്ചതായുള്ള രേഖകൾ ഒരിടത്തും ഇല്ല.
അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ 1975-ൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത്. അതത് സാഹചര്യം അനുസരിച്ച് പ്രഖ്യാപിക്കാനാണ് അടിയന്തരാവസ്ഥ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് രാജീവ് ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ അത് നടപ്പാക്കാത്ത പ്രധാനമന്ത്രിമാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്നും രാജീവ് ഗാന്ധി തുടർന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ കാര്യം ഇങ്ങനെയാണ്. മാതാവ് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെ രാജീവ് ഗാന്ധി തള്ളി പറഞ്ഞിട്ടില്ല. മാത്രമല്ല അത് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥ സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപിക്കുമെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടില്ല. ഇത്തരം നിയമങ്ങളോട് വ്യക്തിപരമായി യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ വന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമെന്നാണ് അന്നത്തെ വാർത്താ സമ്മേളനത്തിലും പിന്നീട് ലോക്സഭയിലും അദ്ദേഹം വിശദീകരിച്ചത്. സംശയം തീർക്കാനായി ആ വാചകം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. I personally am not in favor of using such harsh measures if they can be avoided. But if it is necessary, they must be used.